നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം DCC അധ്യക്ഷനായിരുന്ന പാലോട് രവിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരികയും അതേ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാലോട് രവിയുടേതായി പുറത്തു വന്ന ആ ശബ്ദ സന്ദേശത്തിൽ BJPയും CPMും കൂടി കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തള്ളുമെന്നും വലിയൊരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ പാലോട് രവിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ രഹസ്യമായി സമ്മതിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വരാൻ കാരണമത്രേ. പാലോട് രവിയെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിട്ട് നാളുകളേറെയായി. വരുന്നയാഴ്ച കേരളത്തിലെ DCC അധ്യക്ഷന്മാരിൽ ഭൂരിഭാഗം പേരെയും മാറ്റാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വലിയൊരു പുനഃസംഘടന വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കും. അതിൽ ഏറെക്കുറെ ഏതാണ്ട് 12ഓളം DCC പ്രസിഡന്റുമാർക്ക് മാറ്റമുണ്ടാകുമെന്നുള്ള സൂചന ശക്തമായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് പാലോട് രവിക്ക് പകരം ആരെ അധ്യക്ഷനാക്കുമെന്നുള്ള ചില ചർച്ചകളൊക്കെ ഉയർന്നു വരികയും അങ്ങനെ വന്നാൽ പാലോട് രവി തുടരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതോടുകൂടിയാണ് പാലോട് രവിയെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കളയാനുള്ള ഗൂഢാലോചനയ്ക്ക് ശക്തി പ്രാപിച്ചതത്രേ. അതുകൊണ്ട് തന്നെ ഈ ശബ്ദ സന്ദേശം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ ലഭിക്കുകയും അദ്ദേഹം അത് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന് കൈമാറുകയും അയാൾ ഇത് പലയിടത്തും പ്രചരിപ്പിക്കുകയും അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ മലയാളം ചാനലിന് ഈ ശബ്ദ സന്ദേശം ലഭിക്കുകയും ചെയ്തു. പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ള സൂചന കിട്ടിയതിനെ തുടർന്നാണ് അത്ര ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. 14 ജില്ലകളിലെ DCC പ്രസിഡന്റുമാരിൽ എറണാകുളവും മലപ്പുറവും ഒഴിച്ച് ബാക്കി എല്ലാവരും മാറേണ്ട സാഹചര്യം വരുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ആരെ DCC അധ്യക്ഷനാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. KS ശബരിനാഥൻ, VS ശിവകുമാർ, അങ്ങനെ നിരവധി പേരുകൾ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനവും അതിന് സമയം ഉണ്ടാവുകയും ചെയ്തു. ഒരു പ്രമുഖ നേതാവ്, AICCയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ നേതാവ് പാലോട് രവി മാറണ്ട എന്ന നിലപാട് എടുത്തത്രേ. ഇതോടുകൂടി പല കോൺഗ്രസ് നേതാക്കളും ഹതാശരായി. രവിയെ മാറ്റിയില്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശ നടത്തേണ്ടി വരുമെന്ന് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി പറയാൻ തുടങ്ങി. എന്നാൽ താനൊരിക്കലും മാറില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പാലോട് രവി അവിടെ കാണിച്ചു എന്നാണ് പറയുന്നത്. അതിന് AICCയിലെ ഈ ഉന്നതൻ്റെ ആശീർവാദവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എന്ത് വില കൊടുത്തും രവിയെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പുക എന്ന് മനസ്സിലാക്കിയ ചില കോൺഗ്രസ് നേതാക്കൾ ഈ ശബ്ദ സന്ദേശം പുറത്തുവിടാൻ തയ്യാറായത്. ഇതോടുകൂടി ശബ്ദ സന്ദേശം പ്രമുഖ ചാനലിലൂടെ പുറത്തുവിടുകയും പാലോട് രവിക്ക് DCC അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വരികയും അതിന് പകരം N ശക്തൻ DCC അധ്യക്ഷനാവുകയും ചെയ്തു. ഏതായാലും പാലോട് രവിക്കെതിരെ കോൺഗ്രസിൽ ശക്തമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്യും.